ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. എന്നത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മറ്റേ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രേണുസുതി സബ്സ്ക്രിപ്ഷനിൽ വീണ്ടും വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ലൈവ് ലീക്കായ ആൾക്കാരെയൊക്കെയാണ് തെറി പറയുന്നത്. ഇനിയും പൂർവാധിക ശക്തിയുമായി വീണ്ടും വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഞാനിവിടെ സൈഡിലൊരു ഫോട്ടോ കാണിക്കാം. ഇത് സബ്സ്ക്രിപ്ഷനകത്ത് പോസ്റ്റ് ചെയ്തതാണ്. ഞാനത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മറ്റേ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊഹിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് രേണു പറഞ്ഞേക്കുന്ന സംഭവം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ബാക്കിയുള്ളവരുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് എന്തോരം ചിന്തയുള്ളൊരു വ്യക്തിയാണെന്നറിയോ. സ്വന്തം മകൻ്റെ കഴുത്ത് ഇവിടെ മുറിച്ചപ്പോഴത്തേക്ക് അതുപോലും മനസ്സിലാക്കാത്ത വ്യക്തിയാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. എന്തായാലും ബാക്കിയൂടെ പറ. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അയ്യോ, ഇവിടെ ആർക്കാ വിഷമമുള്ളത്? കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് അത് ചുണ്ട് മുറിഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും എന്തോ ഈ വീഡിയോയ്ക്കകത്തുനിന്ന് രേണു ഉദ്ദേശിക്കുന്നത്? ഇതിനിപ്പോൾ എവിടെ മുറിഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടില്ലേ, അതൊക്കെ രേണുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വൾഗറായിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ടി വരും. അന്ന് ചുണ്ട് മുറിഞ്ഞു എന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ അത് ഏറ്റില്ല. ഇനിയും വരുന്ന ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ, കള്ളത്തരങ്ങളും എന്തെല്ലാം രീതിയിൽ ഇവർ വളച്ചൊടിക്കാനും പോകുന്നെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കണം. ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്തിനറിയണം ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഇടുന്നത്? നമ്മൾ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഒരു ഡ്രസ്സ് ധരിക്കാവൂ. ഇല്ലാതെ എന്താ പറയണ്ട, നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മളത് ഇടാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഫുൾ ബോഡി ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വന്നിരിക്കരുത്. ബിക്കോസ് നിങ്ങളൊട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇരുന്നോ. ഇതിപ്പോൾ നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നു, അവിടെ ഇങ്ങനെ പിടിച്ചിടുന്നു, ഡ്രസ്സ് ഇവിടെ പിടിച്ചിടുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെന്താ പറയും? പറയാം, എൻ്റെ ലൈവ് ലീക്ക് ആക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങളുടെ ലൈവ് ലീക്ക് ആക്കണം, മനസ്സിലായ കാര്യം. നിങ്ങൾ അതിനുള്ളൊരു കണ്ടൻറ്റാണ് നിങ്ങൾ അവിടെ ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈവ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് ഇടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ആണ്. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം അടിച്ചു പോകും. കാര്യം എത്രത്തോളം നിങ്ങളത് വൾഗറാക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ സാധനം ഇടാൻ പറ്റത്തില്ല. അന്ന് തന്നെ ഏതെല്ലാം രീതിയിൽ നമ്മളിത് കട്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമം കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇട്ടത്. എനിക്കതൊന്നും വിഷയമല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. അയ്യോ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എപ്പോഴും രേണുസുതി അവിടെ കണ്ടിരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കടം പുള്ളിക്കാരത്തിൽ തീർത്ത് തരും. താമസിക്കാതെ തന്നെ ലൈവ് വരുമെന്നാണ് പറയുന്നത്. അപ്പം ഉടനെ തന്നെ രേണുവിൻ്റെ ലൈവ് പ്രതീക്ഷിച്ചോ. ഏത് നിമിഷം വന്നിരിക്കും. ഇനി എന്തായിട്ടായിരിക്കും വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇനി രേണുവിൻ്റെ കൂടെ അടക്കുന്ന ഒരുത്തനുണ്ടല്ലേ, അഭിലാഷ് ആട്ടായം, അവൻ്റെ ഒരു വീഡിയോ രേണു എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാം. നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത്? രേണുസുതി എന്ന് പറഞ്ഞ ആ കുട്ടി ചുണ്ട് പൊട്ടി. ഏത് രീതിയിലാണ് യവന്മാരെ കൊണ്ടുവന്ന് ന്യായീകരിക്കുന്നത്? യവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഊക്കുവാണ്. രേണു അത് മനസ്സിലാക്കുന്നില്ല. രേണുവിൻ്റെ വിചാരം മണ്ടനങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്, അതിനെ എടുത്തങ്ങ് ഷെയർ ചെയ്യാം, അതായിരിക്കും രേണു ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ രേണുവിനെ ഇൻഡയറക്റ്റ്ലി ഊക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ രേണുവിനെ ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? എനിക്കറിയാൻ വയ്യ. എനിക്ക് ഇവരാരെങ്കിലും ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്തോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. വിധവയായിട്ടുള്ളൊരു സ്ത്രീ പിള്ളേരെ വളർത്താനായിട്ട് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇവരാദ്യം ഏതെല്ലാം രീതിയിൽ ഇവർ നാടകം എന്നും പറഞ്ഞിട്ടാണ് ഇവർ വന്നത്, അല്ലേ? അതിനുശേഷം പിന്നെ ഇവരെവിടെയോ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് TV കിച്ചുവിൻ്റെ പഠിത്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ 2-3 വട്ടം ചെല്ലുന്നു. സീരിയലിൻ്റെ കണക്ക് തന്നെ ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് സിമ്പതി മാക്സിമം കാണിച്ച് മാക്സിമം വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ രേണുവിനെ ഈ ഒരു രീതിയിലോട്ടാക്കിയതിൽ അവരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ലക്ഷ്മി നക്ഷത്ര അവരാണ് ഇവരെ ഇത്രയും ഫേമസ് ആക്കിയത്. എന്നാൽ ലക്ഷ്മി നൈസായിട്ട് അങ്ങ് മുങ്ങി. ഇപ്പം പുള്ളിക്കാരത്തെയാണ് കിടന്ന് പൂണ്ട് വിളയാടുന്നത്. എന്തായാലും അതിനുശേഷം രേണു പിന്നെ ഓരോ ഷോർട്ട് ഫിലിമായിട്ട് വരുന്നു. ആദ്യം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നു. അതൊക്കെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് വേണം. രേണു ഒരിക്കലും വെള്ളയും ധരിച്ച് വീട്ടിൽ ഇരിക്കണോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല.
ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് റീല് ചെയ്ത സമയം അത് ഏറ്റവും ഭയങ്കര കത്തിയൊരു റീലാണ്. അത് എടുത്ത് വെച്ചിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെന്താ അവർ ജീവിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ല, അതൊരു പ്രൊഫഷനല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് രേണു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഈ കൊടി പിടിക്കുന്ന ആരൊക്കെയാണ്? ഈ പറയുന്ന അഭിലാഷാട്ടായൻ, ജാസി, പിന്നെ എന്തോ ഒരു ശ്രീലക്ഷ്മി, ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങ് അടിപൊളിയാണോ? ജാസി എന്ന് പറയുന്നവൻ എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതാണ് അല്ലേ? പിന്നെ ഇവർക്കൊക്കെ എന്ത് വിലയാണ് സമൂഹം കൊടുക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. ചുണ്ട് പൊട്ടിയപ്പോ ഒന്ന് കാണിച്ചത്, എന്റെ ചുണ്ട് പൊട്ടിയിരിക്കണമെന്ന് കാണിച്ചൊരു വീഡിയോ ഇട്ടു. അതെ, ചുണ്ട് പൊട്ടി എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും ഇങ്ങനെ പിടിച്ചാൽ കാണിക്കുന്നത്, അല്ലാത്ത നാക്കിട്ട് 2 കറക്കി നമ്മളാരും കാണിക്കത്തില്ല. മനസ്സിലായ? അതൊന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് രേണുവിന് പറഞ്ഞ് മനസ്സിലാക്കുവാണ്, ഈ വ്യക്തിക്ക് അത് മനസ്സിലായി കാണുമായിരിക്കും. ഇത് ചുമ്മാ റീച്ചിന് വേണ്ടി കിടന്ന് പൂക്കുവാണ്. ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു? ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്തു തോന്നുന്നു. അപ്പോൾ ആ രീതിയിലെങ്കിലും ഈ സാധനം വളച്ചൊടിക്കണമല്ലോ. മനസ്സിലായോ? ഏത് മാർഗേനയും ഇനിയിപ്പം രേണുവിനെ സംരക്ഷിക്കണമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ബേബി ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ രേണുവിനെ ലിറ്ററലി രേണുവിനെ ഇട്ട് കളിയാക്കുന്നു, രേണു അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും രേണു എന്തായാലും ഒരു കച്ചിത്തുരുപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ്. കാര്യം മറ്റേ ചാറ്റ് പുറത്ത് വന്ന സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് എന്തുവാ, കോഫി കുടിക്കണമെങ്കിലോ ഡ്രൈവ് പോകണമെങ്കിലോ എൻ്റെ മാനേജറെ കോൺടാക്റ്റ് ചെയ്യൂ, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അതിനെന്താണ് ഇത്ര തെറ്റിരിക്കുന്നത്. എന്നിട്ട് ആ വായും കൊണ്ട് തന്നെ രേണു പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒരു ചാറ്റ് ഉണ്ടെന്ന് പോലും എനിക്കറിയാൻ വയ്യ, വെറുതെ ആൾക്കാരുണ്ടാക്കുവാണ്. എന്നാൽ അതിനകത്തുള്ള കോൺവെർസേഷൻ എന്താണെന്ന് വരെ ഇവർ പറയുന്നുണ്ട്. മനസ്സിലായ? കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി, റിയാക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്യും. അതെ, അവർക്ക് ഇതല്ലേ വേണ്ടത്, അവർക്ക് റീച്ചാണ് വേണ്ടത്. അവർക്ക് എത്രത്തോളം ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാവോ അതിലൂടെ അവർക്ക് റീച്ച് ഉണ്ടാക്കുക, അതിലൂടെ ഇവർക്ക് കാശുണ്ടാക്കുക. ഇവരുടെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷൻ അതാ. അതായത് എന്തും ചെയ്യാൻ ഇവർ ഓക്കെയാണ്. ബിക്കോസ് ഈ സബ്സ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നത് ഇമ്മാതിരി തോന്നിവാസം കാണിക്കാനല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നത് എന്താ, ഇപ്പോൾ എന്തിനാ സ്വന്തം അച്ഛന് വരെ, ഇവരുടെ സ്വന്തം അച്ഛൻ തങ്കച്ഛന് വരെ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, താനൊരു അച്ഛനാണോ, തനിക്ക് നാണമില്ല ഈ കാശ് കൊണ്ടുവന്ന് തിന്നാൻ എന്ന് വരെ മെസ്സേജ് അയച്ചിട്ട് പോലും ഇവർക്ക് ആർക്കും ഒരു കുലുക്കമില്ല, ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഇവരുടെ വിചാരം ഇവർ ചെയ്യുന്നത് അങ്ങ് ഭയങ്കര അതിമനോഹരമായിട്ടുള്ള കാര്യമാണെന്നാണ്. ഇവരുടെ കൂട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടുപേരും ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാര്യം അവരാരും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നില്ല. അവർ മേ ബി രേണുവായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ബേബി വന്ന് സപ്പോർട്ട് ചെയ്യുമായിരിക്കും, പക്ഷേ അവരാരും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നുണ്ടോ? എന്താ കാണിക്കാത്തത്? അവർക്കൊരു നാണോ മാനോ ഉണ്ടായതുകൊണ്ട് അവരാരും കാണിക്കാത്തത്, അവരാരും വന്ന് സപ്പോർട്ടും ചെയ്യാത്ത അതാ. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ലൈവിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ ചുണ്ട് പൊട്ടിയിരുന്ന ആ ചുണ്ട് പൊട്ടിയത് കാണിച്ചതാണ്. ഈ ചുണ്ട് പൊട്ടി സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ രേണു ആയിക്കോട്ടെ, ഈ പറയുന്ന ഈ അഭിലാഷാട്ടോ ആയിക്കോട്ടെ, നീയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ നിൻ്റെയൊക്കെ ഒരു വിചാരം? ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപരാധവും കാട്ടിക്കൂട്ടാം. ജനങ്ങളെ എത്രത്തോളം വെറുപ്പിക്കുക അത്രത്തോളം വെറുപ്പിക്കാം. പല ആൾക്കാരും ജോലിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വന്നിട്ടിരുന്നിട്ടായിരിക്കും സോഷ്യൽ മീഡിയയ്ക്ക് ഒന്ന് നോക്കുന്നത്. അന്നേരമാണ് ഇവൻ്റെയൊക്കെ ഈ കോമാളിത്തരങ്ങൾ കാണുന്നത്. യവന്, അലിൻ ജോസ് പെരേര, ഒരു ആറാട്ടെണ്ണ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെറുപ്പിക്കുവാണ്. വെറുപ്പിക്കുന്നതിൻ്റെ അങ്ങേയറ്റം. ഇപ്പം രേണുവാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര കൂടുതലായിട്ട് വെറുപ്പിക്കുന്നത്. കാര്യം പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം എന്താ, രേണുവിൻ്റെ കണ്ടന്റ് കാണാതിരിക്കാനായിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ? കാര്യം എവിടെ തുറന്നാലും ഇത്രയും രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്തിട്ട് ഈ ഒരു സ്ത്രീയെ മാത്രമേ നമുക്ക് കാണാനുള്ളൂ എവിടെ നോക്കിക്കഴിഞ്ഞാലും. ഇതെങ്ങനെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ മാർഗമുണ്ടോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അതിനെന്തിനാണ് അവരെ എങ്ങനെ തേജോവധം ചെയ്യണത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യും, തേജോവധം തന്നെ ചെയ്തിരിക്കും. ഇനി എന്ത് മഹാത്തൊലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും 100% ഇനി ഇപ്പം എൻ്റെയൊക്കെ റിയാക്ഷൻ അങ്ങ് മാറ്റി. ഒരുപാട് സ്ത്രീകൾ വന്നിരുന്ന് നല്ല രീതിയിൽ വന്നിരുന്ന് ഇവരെ റിയാക്ട് ചെയ്യുന്നുണ്ട്, നല്ല വിളിക്കുന്നുണ്ട് ഇവരെ. കാര്യം ഒരു സ്ത്രീകൾക്ക് മാത്രമേ നല്ല രീതിയിൽ അങ്ങനെ പറയാൻ പറ്റൂ. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം വേറേതാ, കേസ് വേറെ രീതിയിലാവും. മനസ്സിലായ? അതുകൊണ്ട് ഇത്തരം തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമർശിക്കും. ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോട്ടെ, ഒരു ചുണ്ട് പൊട്ടിയത് കാണിച്ച് എങ്ങനെയോ ജീവിച്ചോട്ടെ, ശരിയാ. അതിനെ തിരഞ്ഞെടുത്ത മാർഗ്ഗം ഇതാണോ? ഇങ്ങനെയാണോ ജീവിക്കുന്നത്? ഇങ്ങനെയാണോ എല്ലാവരും ജീവിക്കുന്നത്? എത്രയോ വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അവരെത്ര രീതിയിൽ മക്കളുമാരെ കഷ്ടപ്പെടുത്തിയാണ് വളർത്തുന്നത്. അവരെല്ലാം ഈ പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട് നടക്കുവാണോ? അവർക്കൊക്കെ വേണമെങ്കിൽ ആദ്യ കാലത്തേ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ചെയ്യാത്ത എന്താ? സ്വന്തം അഭിമാനം വിട്ട് ആരും കളിക്കത്തില്ല.
ാണ് ഈ പറയുന്ന ആളുകള് വന്നിട്ട് വേറെ രീതിയിൽ വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കുന്നത്. മോശമാണ് നിങ്ങൾ കാണിക്കുന്നത്. അവരുടെ ചുണ്ട് പൊട്ടിയത് എടുത്ത് കാണിച്ച് വേറെ രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. 2, ഇവരെങ്ങനെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇവർ കേസ് കൊടുക്കാനായിട്ട് പോകും? അത് കാണുന്ന ഓഫീസേഴ്സ് തന്നെ ഇവരെ തിരിച്ച് ചോദ്യം ചെയ്യത്തില്ല, ഇതെന്തു ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഇവരുടെ പേരിൽ ആക്ഷൻ എടുത്തുകൂടെ? എത്രയോ കുട്ടികൾ കാണുന്നത് യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ. എന്തായാലും ഇത്രയേ ഉള്ളൂ. അഭിലാഷ് ഏട്ടൻ നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടി ഒന്ന് രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇനി രേണുവിൻ്റെ ഫാൻസ് ഇനിയുണ്ട് കേട്ടോ. എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ്, വേറെ ആരും. അതെ റൊമാൻസ് പിന്നെ രേണു കഴിഞ്ഞിട്ടല്ല ഉള്ള വേറെ ആരും. വേറെ റൊമാൻസ് മാത്രമല്ല, ലൈവും കൂടി എടുത്തു പറയണം. സബ്സ്ക്രിപ്ഷനിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തി രേണുവാണ്. അങ്ങനെ പറ ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം രേണുസുതിയായിട്ട് എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് ആദ്യം ചെയ്ത വ്യക്തിയായിരുന്നു ദാസൻ കോഴിക്കോട്. എന്നിട്ട് ദാസൻ കോഴിക്കോട് ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എന്തൊക്കെയോ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് കാണാം, എന്നിട്ട് പോകുന്ന കാണാം. കുറേ നാളായി എനിക്കൊരു ആഗ്രഹമുള്ളത്. അപ്പോൾ അതിനുള്ള പ്രൊഡ്യൂസറും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവരുടെ ഈ ഷോർട്ട് ഫിലിമൊക്കെ ഒന്ന് കാണണം കേട്ടോ. തികച്ചൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ പോയിട്ട് ഒരു 50 സെക്കൻഡ് പോലും ഒരു മനുഷ്യർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു ഷോർട്ട് ഫിലിം. എന്തിനാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ അത് എടുക്കുന്നത്? ഈ ഷോർട്ട് ഫിലിമിൻ്റെ വ്യൂവർഷിപ്പ് നോക്ക്. ഇത്രയും പൈസ മുടക്കി ആ ഒരു ഷോർട്ട് ഫിലിം ഇടുന്ന സമയത്ത് എന്ത് വരുമാനം അതിൽ നിന്ന് കിട്ടുമെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവർ ആരെയാണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാരാക്കുന്നത്? ആ ഷോർട്ട് ഫിലിം വെച്ചിട്ട് ഇവരങ്ങ് കാശ് ഉണ്ടാക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നമുക്ക് രേണുസുതി ബിഗ് ബോസ് താരമായതുകൊണ്ട് നമ്മുടെ അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാനില്ല. രേണുസുതിക്ക് ഒരു റീല് എങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു ചെറിയൊരു റോൾ അഭിനയിക്കുന്നതിനെ കണ്ട് 10,000 രൂപ കൊടുക്കണമെന്ന് കണ്ട് പറഞ്ഞ വ്യക്തിയാണ് രേണു. ഇപ്പോൾ രേണുവിൻ്റെ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡബിൾ ഇരട്ടി പേയ്മെൻറ്റാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബിപിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കഥകൾ മൊത്തവും. അപ്പോൾ അതിൽ പ്രൊഡ്യൂസർമാരായിട്ടുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരന് മെസ്സേജ് എടുക്കുക, രേണുസുതിക്ക് പ്രതിഫലം കൊടുത്താൽ മതി, എനിക്ക് പ്രതിഫലം തരണം. ഇതിനൊക്കെ കാശ് മുടക്കാനായിട്ട് ഈ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. എന്ത് ഇൻറ്റൻഷനിലാണ് ഇവർക്കൊക്കെ വേണ്ടി ഇത്രയും പൈസ മുടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓരോ ആൾക്കാർക്കും പൈസ കൊടുത്ത് പല സ്ഥലത്തും പോയി ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് എന്ത് കിട്ടും ഇവർക്ക് ചെയ്യുന്നത്? എന്ത് പറയണ്ട, എന്തെങ്കിലും റിട്ടേൺസ് പ്രതീക്ഷിച്ചിട്ടാണോ ഇവരിത് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഇതിൽ നിന്ന് ഒരു റിട്ടേൺസും പ്രതീക്ഷിച്ചിട്ടല്ല ഇവരാരും ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെ പല ഉദ്ദേശങ്ങളും കാണുമായിരിക്കാം. പക്ഷേ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇത് കാശിന് വേണ്ടിയിട്ടാണ് എന്ന്. കാര്യം ആ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല. അതിൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഷോർട്ട് ഫിലിം റൊമാൻറ്റിക്കൽ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. അതായത് രേണു ആകുമ്പോഴത്തേക്ക് എന്ത് അപരാധവും കാണിക്കാം, അത് നല്ല രീതിയിൽ അങ്ങ് റീച്ച് ആവും. മനസ്സിലായോ? അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ ഒന്നും അല്ല. എന്തായാലും രേണുവിൻ്റെ ഒരു പുതിയ റീലൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. കഷ്ടപ്പെടുക രേണു. രേണു അങ്ങ് എന്ത് പറയണ്ടേ? രേണു ഇപ്പം ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഈ ആമസോണിലൊക്കെ ഈ ഫുൾ മിറർ കിട്ടും. രേണുവിൻ്റെ അത്രയും 6 ഫീറ്റൊക്കെ ഒരു അത്രയും നീളമൊക്കെ ഉള്ള ഫുൾ മിറർ കിട്ടും. അപ്പോൾ ആ മിറർ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഫുൾ വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ എന്തിനിങ്ങനെ കറക്കി എടുക്കുന്നത്? ഇല്ല, ലൈവിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു 360 ആംഗിളിലൊക്കെ കറക്കി വീഡിയോ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പല ആംഗിളിൽ നിന്നും പല പോസുകളായിരുന്നു. എന്തൊക്കെ കാണണമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ജസ്റ്റ് സാമ്പിളാണ്. ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സമ്മതിച്ച് തന്നിരിക്കുന്ന ഈ സ്ത്രീ ഇത്രയും നാളായിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ലൈം ലൈറ്റ് നീക്കുന്നുണ്ടല്ലോ. റീച്ച് കുറയുമ്പം ഇവർക്കറിയാം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് വരും. പഴയ രീതിയിൽ എങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുമെന്ന് ഇവർക്ക് നല്ല രീതിയിലുള്ള ബോധമുണ്ട്. സമ്മതിച്ച് തന്നെയാണ് നിങ്ങളെ. നിങ്ങളുടെ കണക്ക് ഇത്രയും തൊലിക്കെട്ടിയുള്ളൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത്രയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.